So good morning. We were studying about elements and compounds, isn't it? Do you remember all that? Elements ne kushum okke padichadu ningal orkunnundo? Molecules. Okay. So which Shanifa? Shanif. Can you hear, Shanifa? Why are you turning back? Okay. So we studied which scientist invented a atom or named atom the smallest particle of a material. What is the name of that scientist? Who knows? John Dalton. Very good, John Dalton in the 19th century. Okay, so we studied again all materials are not formed with the same type of atoms. ഒരേ ടൈപ്പിലുള്ള ആറ്റം കൊണ്ടല്ല നമ്മൾ എല്ലാ വസ്തുക്കളും ഉണ്ടാക്കുന്നത്. Some things are like that way. Now for example iron, gold, like that way things are only using their own atoms. അതിന്റെ മാത്രം atoms ഉപയോഗിച്ച് ഉണ്ടാക്കുന്നു. പക്ഷെ നമ്മൾ പഠിച്ചു water. What about the water? Water is not made up of one atom. One water atom is made up of hydrogen and oxygen. So like this way, if a thing, if a material or any matter is made up of one type of, with only one type of atom, it is known as elements. And the material, substance which is made of using more than one atoms, one type of atoms, അതായത് ഒരെണ്ണത്തിന്റെ അല്ലാതെ പല ഒന്നിൽ കൂടുതൽ വസ്തുക്കളുടെ ആറ്റംസ് ഉപയോഗിച്ചുണ്ടാക്കുന്ന വസ്തുക്കളെ നമ്മൾ എന്ത് പറയുന്നു? കോമ്പൗണ്ട്സ് എന്ന് പറയുന്നു. സോ എലിമെന്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരേ ടൈപ്പുള്ള ആറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. എലിമെന്റ്സിൽ ഒന്നിൽ കൂടുതൽ വ്യത്യസ്ത, ചിലപ്പം രണ്ട് ഐറ്റംസ് ആയിരിക്കും. കാരണം നമ്മളിപ്പോൾ പറഞ്ഞ വാട്ടറിന്റെ H2 രണ്ട് അതായത് രണ്ട് ആറ്റംസ്, ഹൈഡ്രജന്റെയും ഓക്സിജന്റെ ആറ്റം ചേരുമ്പോഴാണ് വാട്ടർ ആറ്റം ഉണ്ടാകുന്നത്. അപ്പം പിന്നെ നമുക്ക് രണ്ടെണ്ണം മാത്രമല്ല, ചിലതിൽ മൂന്നും നാലും തരത്തിലുള്ള ആറ്റംസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആറ്റംസ് ഉപയോഗിച്ചുണ്ടാക്കുന്ന സബ്സ്റ്റൻസ് ഉണ്ട്. ഇവിടെ കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്. ഹൈഡ്രജൻ ഒന്ന് വായിച്ചേ ജീവ, പ്ലീസ് ക്യാൻ യു റീഡ് ടേബിൾ പേജ് നമ്പർ 36, ഫസ്റ്റ് ടേബിൾ, ടേബിൾ 4.3. Examples for some compounds. ഇതുവരെ ജീവ പുസ്തകം പോലും എടുത്തിട്ടില്ലായിരുന്നോ? പേജ് നമ്പർ 36. Water is made up of മോനെ അൺമ്യൂട്ട് ചെയ്യടാ. Hydrogen, oxygen. Hydrogen and oxygen. And common salt means the salt which we use daily. Sodium, chlorine. Sodium and chlorine. Okay. Next, sugar. Carbon, hydrogen and oxygen. There are three types of atoms: carbon, hydrogen and oxygen. Okay. Next, sand. Silicon and oxygen. Silicon and oxygen. Okay. Urea means what? Urea എന്ന് പറഞ്ഞാൽ എന്താ? It's a fertilizer. Chemical fertilizer. നിങ്ങൾ പഠിച്ചിട്ടില്ലത്? Okay. Urea എന്തോ എങ്ങനെ ഉണ്ടാക്കുന്നേ? Carbon, nitrogen, oxygen and hydrogen. Okay. Carbon, nitrogen, oxygen, hydrogen. 4 atoms, 4 types of atoms are used. Okay. Next. Washing soda. Washing soda. Sodium, carbon and oxygen. Okay. Sodium, carbon and oxygen. ഇത്ര സാധനങ്ങൾ ചേർത്തിട്ടാണ് വാഷിംഗ് സോഡ ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മള് ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എലിമെന്റ്സ് എന്താണ്, കോമ്പൗണ്ട്സ് എന്താണെന്ന്? എലിമെന്റ്സിൽ ഒരേ ടൈപ്പുള്ള ആറ്റംസ് ഉണ്ടാകുകയുള്ളൂ. പക്ഷെ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് എന്താ പറയുന്നത്, മിക്സറാണ്. പല ഇതിന്റെ
സാധനങ്ങൾ ഉപയോഗിച്ച് പല ആറ്റംസ് ഉപയോഗിച്ചാണ് ഒന്നിൽ കൂടുതൽ ആറ്റംസ് മേ ബി 2, 3, 4 ഇവിടെ നമ്മൾ 4 ആറ്റംസ് ഉള്ളത് പഠിച്ചു യൂറിയ അല്ലെ അങ്ങനെ ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് ഇത് നമ്മൾ പഠിച്ചു there are nearly 118 different kinds of elements and ഈ എലിമെന്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ 118 എലിമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ബാക്കിയുള്ള എലിമെന്റ്സ് എല്ലാം ഉണ്ടാക്കുന്നത്. ഓക്കെ, the others have been next among 118 elements Good morning. good morning, 92 elements are naturally occurred, അതായത് പ്രകൃതിയിൽ തന്നെ നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്നതാണ്. The others have been made by scientists in laboratories. Some common elements are hydrogen, oxygen, chlorine, zinc, helium, sodium, silicon, silver, carbon, gold, sulfur, magnesium, phosphorus, nitrogen, aluminum and mercury. ഇതെല്ലാം നമുക്ക് കോമൺ ആയിട്ടുള്ള എലിമെന്റ്സ് ആണ്. Think of atoms like the letters of the alphabet. ഇനി ഈ ഇതിനെ നമ്മൾ എങ്ങനെ സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ആരാണ് അൺമ്യൂട്ട് ചെയ്ത ആള്, സോറി മ്യൂട്ട് ചെയ്യാത്ത ആള്? ജസ്റ്റസ്, പ്ലീസ് മ്യൂട്ട് യുവർ സെൽഫ്. ജസ്റ്റസ് എവിടെ കാണുന്നില്ല? ഒന്ന് മ്യൂട്ട് ചെയ്ത് നോക്കും മോനെ. ഓക്കെ, we know that there are only 26 English alphabets, isn't it? A to Z, only 26 alphabets are there, and we make thousands and lakhs of words using these 26 alphabets. ഈ 26 അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്തുമാത്രം വാക്കുകളാണ് ഉണ്ടാക്കുന്നത് അല്ലേ? നമുക്കറിയാൻ മേലാത്തതും അറിയുന്നതായിട്ട് ഒരുപാട് ഇംഗ്ലീഷ് വേർഡ്സ് ഉണ്ട്. ഈ യൂസിങ് ഓൺലി ദിസ് 26 ആൽഫബറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമ്മൾ വേർഡ്സുകൾ ഉണ്ടാക്കുന്നത് അല്ലേ? ലൈക്ക് ദ സെയിം വേ ഈ എലിമെന്റ്സിനെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അതൊരു കൃത്യമായിട്ടുള്ള അളവിൽ. അർജുൻ പ്ലീസ് ലിസൺ ഹിയർ മൈ ഡിയർ. അർജുൻ പി രാജ് ഇവിടെ ശ്രദ്ധിക്കുമത്തെ. ഓക്കെ, അപ്പം ഈ എലിമെന്റ്സ് 118 എലിമെന്റ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചുമാണ് ഈ ലോകത്തിലുള്ള മുഴുവൻ വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്നത്. മീൻസ് ചിലപ്പോൾ അതിൽ ആറ്റത്തിന്റെ അളവ് കൂടുന്നുണ്ടാകും, എണ്ണം കൂടുന്നുണ്ടാകും, ചില ആറ്റമുകളുടെ എണ്ണം കുറയും, അങ്ങനെ വ്യത്യസ്ത രീതിയിൽ ഉപയോഗിച്ച് മനസ്സിലായോ? അതായത് once again I will tell, we have only 26 alphabets in English. Using this 26 alphabets we make so many, nearly lakhs together words in English, isn't it? Like the same way there are 118 elements in the world, in this world, and using these elements we make all those things. ഓക്കെ, ഈ എല്ലാ വസ്തുക്കളും ഈ 118 എലിമെന്റ്സിന്റെ ഉപയോഗിച്ചുകൊണ്ടാണ്. ചിലപ്പോൾ അതിനകത്ത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇംഗ്ലീഷിൽ നമുക്കറിയാം എ എന്ന അക്ഷരം ഒരു 3 തവണയൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഈ 2 തവണ ഉപയോഗിച്ചെന്ന് വരാം, ഐ 2 തവണ ഉപയോഗിച്ചെന്ന് വരാം, ടി 2 തവണ ഉപയോഗിച്ചെന്ന് വരാം. അങ്ങനെ അതിന്റെ അക്ഷരങ്ങളുടെ എണ്ണത്തിൽ ഡിഫറൻസ് ഒക്കെ വരും അല്ലെ? ജസ്റ്റ് വേർ ആർ യു ലിസണിങ് മൈ ഡിയർ? ഓക്കെ, അപ്പം ആ രീതിയിൽ തന്നെ ഈ എലിമെന്റ്സിന്റെ ആറ്റംസിന്റെ എണ്ണം will be different. അതിന്റെ number of atoms will be different, maybe 2, sometimes it will be 3, like that. അങ്ങനെ ഡിഫറൻഷിയേഷൻ ഉണ്ടാകും. എങ്കിലും all using all these 118 elements ആണ് നമ്മുടെ ഈ ലോകത്തിലുള്ള വസ്തുക്കളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. Think of atoms like the letters of the alphabet. We group different letters to make words. Thousands of words can be made from just 26 letters. In the same way, atoms join together to make molecules. Millions of different kinds of molecules can be made from these 118 different kinds of atoms. ഇതാണ് ടീച്ചർ മുമ്പ് പറഞ്ഞു തന്ന കാര്യം. ഈ 118 എലിമെന്റ്സ് ഉപയോഗിച്ചാണ് ഈ എല്ലാം ആറ്റംസ് ഉപയോഗിച്ചാണ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് അറിയാം, നമ്മുടെ ചുറ്റും നോക്കിയാൽ എന്തുമാത്രം വസ്തുക്കളാണ് അല്ലേ? That is why we see millions of compounds all around us. Sugar, chalk, vinegar, salt and water are all compounds. For vinegar എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? What is the meaning of vinegar? Vinegar എന്ന് പറഞ്ഞാൽ ആർക്കറിയാവുന്നേ? വിനാഗിരി. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനം അതെന്താന്ന് അറിയാമോ? അറിയത്തില്ലെങ്കിൽ ക്ലാസ് കഴിയുമ്പോൾ അമ്മയോടൊന്ന് ചോദിക്കാം, അമ്മ കാണിച്ചു തരും കേട്ടോ. അതൊരു പുളിപ്പാണ്. അതായത് ആസിഡിൽ വിനാഗിരി, ആസിഡ് എന്ന് പറയുന്ന സാധനത്തിൽ വെള്ളം ചേർത്ത് അതിനെ ഡൈല്യൂട്ട് ചെയ്തെടുക്കുന്ന സംഭവമാണ് നമ്മുടെ വിനെഗർ എന്ന് പറയുന്നത്. പക്ഷെ ആസിഡ് നമുക്കറിയാം, ആസിഡ് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സാധനമാണ് അല്ലെ? അറിയാതെ എങ്ങനെ ഒരു തുള്ളി എവിടെയെങ്കിലും മുട്ടിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? It will burn our body, isn't it?
പൊള്ളും. അപ്പം അതിന് കുറേ വെള്ളം ചേർത്ത് അതിലൊരു ഇത്ര അളവ് വെള്ളം ചേർത്തിട്ടാണ് വിനെഗിരി ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പൊ ആസിഡിന്റെ എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ നോക്കണം. ആസിഡിൽ വെള്ളം ചേർക്കുമ്പോൾ പിന്നെ H2O ഹൈഡ്രജനും ഓക്സിജനും പിന്നെ അതിനകത്ത് ചേരുകയാണ് അല്ലെ? അങ്ങനെ ഒരുവിധം സാധനങ്ങളെല്ലാം കോമ്പൗണ്ട്സ് ആണ്. അതിനകത്ത് പല ആറ്റംസ് ചേർന്നാണ് എന്ത് ആസിഡ് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ആസിഡ് നമുക്കറിയാം. നിങ്ങളുടെയൊക്കെ വീട്ടിൽ റബ്ബർ ഷീറ്റ് ഒക്കെ ഉണ്ടെന്ന് അറിയാം അല്ലെ? They may be using acid to make that latex. ആ ലാറ്റക്സ് റബ്ബറിന്റെ ലാറ്റക്സിൽ നിന്ന് അതിനകത്ത് ഒഴിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റബ്ബർ ഷീറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ റബ്ബർ കിട്ടുന്നവരുടെ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടോ റബ്ബർ കിട്ടുന്നവരുണ്ടോ? ജസ്റ്റ് പ്ലീസ് റൈസ്. എന്റെ വീട്ടിൽ എനിക്കുണ്ട് സ്വന്തം പറപ്പ്. ഓക്കെ 1 2 3 അങ്ങനെ 3-4 പേർക്കുണ്ട് റബ്ബറിന്റെ. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലെ ഈ ആസിഡ് ഒക്കെ ഒഴിക്കുന്നത് അല്ലെ? ആ ആസിഡ് വാങ്ങിച്ചോണ്ട് വന്നാൽ പോലും കൂടെ അവര് പേരൻസ് എന്ത് ചെയ്യുന്നു? കുട്ടികളുടെ ഒന്നും കൈ എത്താത്ത ഭാഗത്ത് വളരെ കെയർഫുൾ ആയിട്ട് എടുത്തു വെക്കും. വൈ? വെള്ളമാണെന്ന് അങ്ങനെ വിചാരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കയ്യേലോ കാലേലോ അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ പുള്ളി നാശമാകും അല്ലെ? അപ്പം അങ്ങനത്തെ അതിനകത്ത് കുറെ വെള്ളം ചേർത്തിട്ടാണ് പോലും പിന്നെ നമ്മുടെ റബ്ബറിന് ഉപയോഗിക്കുന്നത്. റബ്ബർ ഷീറ്റിന്റെ ആ ഇതിന് പോലും അതിനകത്തും പിന്നെയും കുറേ കൂടെ വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിനെഗർ എന്താ നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മുടെ ഫുഡിന്റെ കൂട്ടത്തിൽ ചേർക്കുന്നതാണ്. അതായത് ചിലപ്പോൾ എന്തെങ്കിലും സലാഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, ഫ്രൂട്ട് സലാഡ് അല്ല, മറ്റേ വെജിറ്റബിൾ ഉപയോഗിച്ചുണ്ടാക്കുന്നില്ലേ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ പച്ചടി ഒക്കെ ഉണ്ടാക്കുന്നതിന് അതൊക്കെ ചേർക്കുന്നതാണ് ഈ എന്തോ പറഞ്ഞോ? പച്ചടി അല്ല, വേറെന്ത് സംഭവം? ഉള്ളി, തക്കാളി, ഓരോരുത്തർ ഓരോ രീതിയിൽ ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ വീട്ടിലെ സാധനം ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ചൊക്കെ ആസിഡിൽ കുറേ വെള്ളം ചേർത്ത് ഒരുപാട് വെള്ളം ചേർത്തിട്ട് ഡൈലൂട്ട് ആക്കിയാലേ നമുക്കത് ഫുഡിന് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അല്ലെ? അല്ലെങ്കിൽ എന്താ പറ്റുന്നേ? പൊള്ളിപ്പോകും നമ്മൾ കഴിക്കുമ്പോൾ. ഓക്കെ, അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സെൻഡിറ്റ് ഓക്കെ. അപ്പം ചോക്ക് നമുക്കറിയാവുന്നല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലല്ലേ? സ്കൂളിലൊക്കെ ബോർഡിലൊക്കെ എഴുതും. നിങ്ങളുടെ കാണുമായിരിക്കും അല്ലെ? അടിച്ചു മാറ്റിയിട്ടില്ലേ കഴിഞ്ഞ വർഷം ഇവിടുന്ന് കുറെ? ഓക്കെ. ഷുഗർ എല്ലാ ദിവസവും തിന്നുന്നല്ലേ? രാവിലെ വൈകുന്നേരം ഉച്ചക്കൊക്കെ ഷുഗർ. ഓക്കെ, ഷുഗർ, ചോക്ക്, വിനെഗർ, സോൾട്ട്, വാട്ടർ, ഓൾ ദീസ് ആർ കോമ്പൗണ്ട്സ്. ഇതെല്ലാം കോമ്പൗണ്ട്സ്. ഒറ്റ ടൈപ്പ് ഓഫ് ആറ്റംസ് ഉപയോഗിച്ചല്ല, പലതരത്തിലുള്ള ആറ്റംസ് ഉപയോഗിച്ചാണ് ഇത്തരം വസ്തുക്കളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. Their molecules are different from each other. This difference in molecule is the reason why salt is salty and sugar is sweet. ഇത്ര നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചാണ്. ഈ ഇത്ര ഇതിൽ അടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസ് അളവിൽ ഡിഫറൻസ് വരുന്നത് കൊണ്ടാണ് ഷുഗറിന്റെ ടേസ്റ്റും സോൾട്ടിന്റെ ടേസ്റ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആസിഡിന്റെ ടേസ്റ്റ് ഞാൻ കുടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല സ്വീറ്റ് ആണോ അല്ല സോറി പുളിപ്പുള്ളതാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ഏത് ആസിഡിനാ? ആസിഡിനോ? ആരാ പറഞ്ഞേ? എന്തിനാ പുളി? ആസിഡിന് ആരാടാ പറഞ്ഞേ? ഇത് പറഞ്ഞാലാരാ? ഞാൻ നോക്കട്ടെ. ഹരിനന്ദ. ഹരിനന്ദിന്റെ അല്ലേ? വേറെ ഹരിനന്ദന്റെ മുഖം ഒന്ന് കാട്ടെ. ഓക്കെ. ഹരിനന്ദ, നിന്റെ അച്ഛൻ പറഞ്ഞ ആസിഡിന് പുളിയാന്ന്. അച്ഛൻ എങ്ങനെ അറിയാം? അച്ഛൻ കുടിച്ചോ? ടേസ്റ്റ് നോക്കിയോ? ഇല്ലേ? പിന്നെ മൈ ഗോഡ്, ഐ വാണ്ട് ടു സീ യുവർ ഫാദർ. അയ്യോ വേണ്ട, ഇപ്പോഴല്ല, ഞാൻ പിന്നെ കണ്ടോളാം, ചോദിച്ചോളാം കേട്ടോ. ഇപ്പൊ ക്ലാസ് ടൈം അല്ലേ? ഓക്കെ ഓക്കെ. എനിവേ ആയിരിക്കാം, ചിലപ്പം അറിയില്ല. പക്ഷെ അത് ആസിഡ് കുടിച്ചു കഴിഞ്ഞാൽ എന്താ പറ്റുന്നേ? പുള്ളിപ്പോകും അല്ലെ? അതുകൊണ്ട് ടേസ്റ്റ് സാധാരണ ആരും അങ്ങനെ ടേസ്റ്റ് ഒന്നും നോക്കാറില്ല. ടേസ്റ്റ് നോക്കിയവരൊക്കെ വെള്ളം ഒഴിച്ചിട്ടുള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ആസിഡിന്റെ കാര്യമാണ് മോനെ പറഞ്ഞത്. ഓക്കെ, അപ്പം ഈ ടേസ്റ്റ് നോക്കിയവരൊന്നും ഇന്ന് ജീവിച്ചിരിപ്പുണ്ടാവില്ല, അവർക്ക് അറിയത്തുണ്ടാവില്ല അതിന്റെ ടേസ്റ്റ് എന്താണെന്ന്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ അതിനകത്തോട്ട് കുറേ വെള്ളം ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ പറയുന്ന വിനെഗർ ഉപയോഗിക്കുന്നു. വിനെഗർ ഈ സോറ് നമുക്കറിയാം. വിനാഗിരി എന്ന് പറയുമ്പം അത് പുളിപ്പാണെന്ന് നമുക്കറിയാം. നമ്മൾ ഫുഡിൽ ഉപയോഗിക്കാൻ നമ്മൾ അറിയാതാണ്, ഇത്തിരിയൊക്കെ ആണെങ്കിലും കുടിച്ചിട്ടുണ്ടാകും അല്ലെ? ഓക്കെ, അപ്പൊ ആസിഡിനും ചിലപ്പം പുളിപ്പായിരിക്കാം. പക്ഷെ ഈ വെള്ളം ചേർത്ത് കഴിയുമ്പോഴാണ് പുളിപ്പാകുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, സോ ഇങ്ങനെ ആറ്റംസിന്റെ ഡിഫറെന്റ് ആയിട്ട് അളവിൽ ചേർത്ത് കഴിയുമ്പോൾ ഇതിന്റെ ഡിഫറൻസ് വരും. മനസ്സിലായോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ വെള്ളത്തിൽ എന്തൊക്കെയാണ്? ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഇഫ് യു ആഡ് സോൾട്ട് വിത്ത് ദാറ്റ്, അതിന്റെ കൂടെ സോൾട്ട് ഇട്ട് കഴിയുമ്പോഴേക്കും അതിന്റെ ടേസ്റ്റ് മാറി, വെള്ളത്തിന്റെ ടേസ്റ്റ് മാറിയില്ലേ? സോൾട്ടി ആയിട്ട് മാറി. അതുപോലെ ഷുഗർ ഓൾസോ ഇസ് എ കോമ്പൗണ്ട് ആൻഡ് വാട്ടർ ഓൾസോ ഇസ് കോമ്പൗണ്ട്. അപ്പൊ ഷുഗർ നമ്മൾ തന്നെ തിന്നുന്നതും
അതുപോലെ തന്നെ വെള്ളം തന്നെ കുടിക്കുന്നത് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടുകൂടെ മിക്സ് ആക്കി കഴിയുമ്പോഴോ ടേസ്റ്റ് ഈസ് ഡിഫറെന്റ്, കുറച്ച് മാറ്റമായി അല്ലേ? It is fascinating to see that atoms of two gases, hydrogen and oxygen, can combine together to form water, which is a liquid. Now, see, oxygen is a gas and hydrogen also is a gas. And these two gases join together. When two hydrogen atoms and one oxygen atoms, these are, remember that both are gas. And when these two gases are joined together, it is formed a liquid. ഈ രണ്ട് ഗ്യാസുകൾ ചേരുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? ഒരു ലിക്വിഡ് ആണ്, വാട്ടർ. മനസ്സിലായോ? ഗ്യാസ് ഫോമിലുള്ള രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ചേരുമ്പോൾ പുതിയൊരു ഐറ്റം ഉണ്ടാകുന്നത് അതൊരു ഗ്യാസ് അല്ല ഉണ്ടായേക്കുന്നത്. ഇപ്പൊ ഇത് ഉണ്ടായിരിക്കുന്നത് എന്താണ്? ഒരു ലിക്വിഡ് ആണ്, വാട്ടർ. മനസ്സിലായോ പറഞ്ഞത്? ടു ഗ്യാസ് എല്ലാത്തിലും അങ്ങനെയല്ല, പക്ഷെ ഇവിടുത്തെ ടു gas molecules join together to form a liquid, that is hydrogen and two hydrogen atom and one oxygen atom. When it joins, liquid is formed. Okay, here a picture തന്നിട്ട് നിങ്ങളുടെ പുസ്തകത്തിൽ see A and B molecule of water. Oxygen is only one and two hydrogen atom. Then water is formed. Next, molecule of vinegar, carbon, oxygen, hydrogen, oxygen and carbon. Okay, molecule of vinegar. I will share a screen. These are 180 elements. Okay, these are 118 elements. ഇനി ഇതിനെ ഓരോ ആൽബർട്ട്സ് ഉപയോഗിച്ചാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. BCNOF എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇതൊക്കെ വലിയ ക്ലാസ്സുകളിൽ ചെല്ലുമ്പോൾ പഠിച്ചാൽ മതി. നൗ നോ നീഡ് ടു സ്റ്റഡി. ഇപ്പം നിങ്ങൾക്ക് അത് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല, കാരണം ഇത് പഠിക്കൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. ബട്ട് വെൻ യു ഗോ ടു ദ ഹയർ ക്ലാസ്സസ് യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, എലിമെന്റ്സ് 4 elements: fire, earth, air and water. Okay, next. See, here you see, just look here. I think you can see properly. This is oxygen atoms. Molecule of molecule means oxygen atoms. ഇത്രയൊന്നും ഇല്ല, ഇത് നമുക്ക് കാണാൻ പറ്റുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലുതൊക്കെ. വി കനോട്ട് സീ മോളിക്യൂൾസ് ആൻഡ് ഓൾ വിത്ത് അവർ ഐസ്. ഓക്കെ, ഇത് ഒരു മോളിക്യൂൾ എന്ന് പറയുന്ന രണ്ട് ഓക്സിജൻ ആറ്റംസ് ആണിത്. ഇനി ഇപ്പുറത്ത് നോക്കിക്കേ, വൺ ഓക്സിജനെ ഈ റെഡ് കളറിൽ കാണിച്ചേക്കുന്നത്. അർജുന് കാണുന്നില്ല മുത്തേ? ഓക്കെ, oxygen is shown here as a red in color and two hydrogen atoms, it is in white color. ഇവിടെ white കളറിൽ കാണിച്ചേക്കുന്നത് that is H2. H2 എന്ന് പറയുമ്പോൾ H എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രജൻ. two hydrogen atoms and one oxygen atom. അതാണ് കോമ്പൗണ്ട്. ഇവിടെ എന്ത് കോമ്പൗണ്ട് ആയേക്കുന്നത്? വാട്ടർ എന്ന കോമ്പൗണ്ട് ആയിരിക്കുന്നത്. ഓക്കെ, ഹീലിയം ആൻഡ് ഓക്സിജൻ. ഓക്കെ, ഇവിടെ നോക്കിയേ, H2O സെയിം തന്നെ. ഇവിടെ H2O, NH3 എന്ന് പറഞ്ഞാൽ ഒരു നൈട്രജൻ ആറ്റവും 3 ഹൈഡ്രജൻ ആറ്റവും. ഇവിടെ തന്നിരിക്കുന്നത് ഒരു ഹൈഡ്രജൻ ആറ്റവും 3 ഹൈഡ്രജൻ ആറ്റവും, ഒരു നൈട്രജൻ ആറ്റവും 3 ഹൈഡ്രജൻ ആറ്റവും. ഓക്കെ, ഇങ്ങനെ പല രീതിയിൽ ഇതിന്റെ അളവ് ആറ്റംസിന്റെ അളവുകൾ വ്യത്യസ്തം വരുത്തും. ഇതൊക്കെ നോക്കിയേ,
ഇതൊക്കെ വലിയ ക്ലാസ്സിലേക്ക് പഠിക്കേണ്ടതാണ്. നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നില്ല പിന്നെ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല, അതുകൊണ്ടാണ്. ഓക്കെ, എന്താ 2 കാർബൺ ആറ്റം, 1 2 3 4 5 6 6 ഹൈഡ്രജൻ ആറ്റവും, 2 കാർബൺ ആറ്റവും 6 ഹൈഡ്രജൻ ആറ്റവും ചേർന്നിട്ടുള്ള അർജുന്റെ കയ്യിൽ എന്താ ഉള്ള ഹാങ്ങറോ? ഓക്കെ, ഇനി ക്ലാസിഫിക്കേഷൻ എന്താണ്? ഈ ക്ലാസിഫിക്കേഷൻ മീൻസ് ക്ലാസിഫൈ ചെയ്യാൻ എന്താ? ജീവിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? കൈ വൃത്തിയാക്കുന്നേ പറയാനുണ്ടോ അവനെ? ഇല്ല. ഓക്കെ, ക്ലാസിഫൈ. ഇനി അടുത്തത് ഒരു മെയിൻ ഇപ്പൊ നമ്മൾ പറഞ്ഞു 2 ഗ്യാസ്, അതായത് 2 ഹൈഡ്രജൻ ആറ്റം ആൻഡ് 1 ഓക്സിജൻ ആറ്റം, രണ്ടും ഗ്യാസ് ഫോമിലുള്ളതാണ്. രണ്ടും കൂടി ചേരുമ്പോൾ ലിക്വിഡ് ഫോമിലുള്ള വാട്ടർ നമുക്ക് കിട്ടുന്നു. സെയിം വേ അനദർ തിങ്. ഓക്കെ, again, atoms of 2 poisonous substances, sodium and chlorine, can combine together to form salt, a compound we eat every day. Sodium is a poisonous thing and chlorine also is a poisonous thing. ക്ലോറിനും സോഡിയം രണ്ടും പോയിസണബിൾ ആയിട്ടുള്ളതാണ്. ബട്ട് അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന സാധനം എന്താണ്? സോൾട്ട്. That which we make every day, which we need every day. Every day means that we eat all food as a food item. ഫുഡിൽ കൂടെ നമ്മൾ തിന്നുന്ന ഒരു സാധനമാണ്, നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്ന ഒരു സാധനമാണ് ഇത് സോൾട്ട്. സോൾട്ട് ഇല്ലാതെ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുമോ? നോ, നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. സോൾട്ട് ഇങ്ങനെ അമ്മ ഫുഡ് ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഒരു ദിവസം ഉപ്പിടാൻ മറന്നു പോയെന്നാൽ എങ്ങനെ ഉണ്ടാവും ടേസ്റ്റ്? ഡു യു ലൈക്ക് ഇറ്റ് ഈറ്റിംഗ്? ഇല്ല അല്ലേ? ടേസ്റ്റ് ഉണ്ടാവില്ല. കാരണം ഫുഡിന് നമ്മൾ ഉപ്പ് ചേർത്തില്ലെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കണം. ഷുഡ് നോട്ട് ബി ലെസ് ഓർ ഷുഡ് നോട്ട് ബി മോർ ഓൾസോ. ഉപ്പ് കൂടിപ്പോയാലും ഭയങ്കര പ്രശ്നം, ഒട്ടും തിന്നാൻ പറ്റത്തില്ല. ഉപ്പ് കുറഞ്ഞു പോയാൽ പിന്നെ വേണമെങ്കിൽ ലേശം ആഡ് ചെയ്യാൻ പറ്റും, പക്ഷെ കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? നമുക്ക് കഴുകി തിന്നാനും പറ്റാത്ത ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? വെറുതെ വേസ്റ്റ് ആയിട്ട് കളയേണ്ടതേ വരുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഈ സോൾട്ട് ഈസ് മെയ്ഡ് ഫ്രം ക്ലോറിൻ ആൻഡ് sodium, but these two are also poisonable thing. രണ്ടും poison. Sodium poison ആണ്, chlorine also is poisonous. But these two combines together to make the common salt which we use daily in our food. എല്ലാ ദിവസവും നമ്മൾ കഴിക്കുന്നത്. അപ്പൊ നോക്കിയ ഡിഫറൻസ്. 2 ഗ്യാസുകൾ ചേർന്ന് ഒരു ലിക്വിഡ് ആകുന്നു, 2 പോയിസണബിൾ തിങ് ചേർന്നിട്ട് നമ്മുടെ ഈറ്റബിൾ ഐറ്റം ആകുന്നു. അങ്ങനെയൊക്കെയുള്ള കുറേ വിരോധാഭാസങ്ങൾ നമ്മുടെ കെമിസ്ട്രിയിൽ, നമ്മുടെ ലോകത്ത് നടക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ. Take a look around yourself and try to make a list of things you can see. Are you able to list everything? No, we cannot list everything. We just look outside. നിങ്ങളുടെ ചിരിക്കുന്നതിന് ചുറ്റും നോക്കിയല്ലേ, റൂമിൽ തന്നെ നോക്കി, നിങ്ങൾ ഇരിക്കുന്ന എവിടെയാണ് അതിന്റെ ചുറ്റും നോക്കി, റൂമിലൊക്കെയാണ്. ഹൗ വാട്ട് ഓൾ തിങ്സ് ആർ ദർ അറൗണ്ട് us, isn't it? നമ്മുടെ ചുറ്റും ഒരുപാട് സാധനങ്ങളുണ്ട്. നമുക്ക് പുറത്തോട്ട് നോക്കി കഴിഞ്ഞാൽ എല്ലാത്തിനും ഒന്നും ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. കുറച്ചെണ്ണത്തിന്റെ ഒക്കെ നമുക്ക് പേരറിയാം, നമുക്ക് എഴുതി വെക്കാതെ ഇന്നതൊക്കെ, എല്ലാത്തിന്റെയും പേരുകൾ നമുക്ക് അറിയത്തില്ല അല്ലെ? ഓക്കെ, എനിവേ, that would be quite a task for there are thousands and thousands of things around us. Some of these things may be living while some of them may not be living, maybe non-living thing. നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ അറിയാം, there are many living things, many non-living things. Okay, they may be of different shapes, size and colors. Even living things also is different in color, different in eating system, or different in their size. എല്ലാ രീതിയിലും, ഈവൻ ലിവിങ് ആയിക്കോട്ടെ നോൺ ലിവിങ് തിങ്സ് ആയിക്കോട്ടെ, നമ്മൾ ചുറ്റും നോക്കുമ്പോൾ there will be living thing, non living things also, and even those things also are different in colors, different in taste, different in their shapes. എല്ലാത്തിലും വ്യത്യസ്തത ഉണ്ടായിരിക്കും അല്ലെ? ലിവിങ് ആണെങ്കിലും അതെ, നോൺ ലിവിങ് ആണെങ്കിലും. നമുക്കറിയാം കല്ലുകള്, ഫോർ എക്സാമ്പിൾ I will tell, stones are non living things, but there are different kinds of stones.
You have studied in social studies, I think, soils, about soils and all in 5th standard. There are different kinds of soils, isn't it? Like that, different kinds of rocks are there, different kinds of stones are there. Some are hard, some are very hard, some are not hard, soft, some are very soft, some are very big, some are not so big, some are very small. അങ്ങനെ പലതരത്തിലാണ് ഈവൻ സ്റ്റോൺസ് പോലും കൂടെ അല്ലേ. ഓക്കെ, ദേ മേ ബി മെയ്ഡ് അപ്പ് ഓഫ് സെയിം ഓർ ഡിഫറെന്റ് മെറ്റീരിയൽസ്. ഇനി ഐ ഹോപ്പ് യു ഹാവ് പെൻസ് വിത്ത് യു. പെന്നുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു അല്ലേ, ഓർ പെൻസിൽസ്. ആൻഡ് യു നോ ദാറ്റ്, എഴുതാനല്ല ഞാൻ പറഞ്ഞത്, ആ പെന്നുകൾ തന്നെ നോക്കിയാൽ നിങ്ങളുടെ കയ്യിൽ ഒരു 3 തരം പെന്ന്, 3 പെന്നുണ്ടെങ്കിൽ മൂന്ന് തരത്തിലുള്ളതായിരിക്കും അല്ലേ. ഇപ്പൊ എന്നെ കാണിക്കുന്ന ആതിരയുടെ പെണ്ണൊന്ന് ജസ്റ്റ് റേസ്. ആതിരയുടെ അതിന്റെ അത് പകുതി ഭാഗം ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ആൻഡ് ഷാനിഫ് ഈസ് ഷോയിങ് അനദർ ടൈപ്പ് ഓഫ് പെൻ, ജെല്ലാന്ന് തോന്നുന്നു അല്ലേ മോനെ. ഓക്കെ, ആ ഷാനിഫിന്റെ വേറൊരു തരത്തിലുള്ള പെണ്ണ്. ഇവിടെ ആരാ? ജസ്റ്റിസിന്റെ കയ്യിൽ 3 പെണ്ണുണ്ട്, മൂന്ന് തരത്തിലുള്ളതാണ്. ഓക്കെ, അങ്ങനെ അതാ ജുവാനിക്ക് അങ്ങനത്തെ പെണ്ണ് ഇപ്പം കിട്ടാനുണ്ടോ? ചുവന ഒന്നുകൂടെ കാണിച്ചാൽ മോളെ പെണ്ണ്. പണ്ടൊക്കെ ഞാനൊക്കെ ഉപയോഗിച്ചോണ്ടിരുന്ന തരം പെണ്ണാണല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. ഓ, ഈസ് ദോസ് പെൻസ് ആർ അവൈലബിൾ നൗ? എനിവേ, നിങ്ങൾക്കറിയാം അല്ലേ, പെൻസിൽസ് ആണെങ്കിലും അങ്ങനെ ഡിഫറെന്റ് ടൈപ്സിലുണ്ടാകും, ഡിഫറെന്റ് ക്വാളിറ്റിയിലുണ്ടാകും അല്ലേ. സോ എല്ലാ തരത്തിലും ഡിഫറൻസ് ഉണ്ടാകും. ചുറ്റും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് തിങ്സ്, ലിവിങ് ഓർ നോൺ ലിവിങ്. ദെൻ ഈവൻ ലിവിങ് തിങ്സിൽ ഒരുപാട് ഡിഫറൻസ്, അതിന്റെ സൈസിൽ, അതിന്റെ കളറിൽ, അതിന്റെ ഷേപ്പിലെല്ലാം വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ ട്രീസിന്റെ മാത്രം കേസ് എടുത്തു, പ്ലാന്റ്സിന്റെ മാത്രം കേസ് എടുത്തു. Some are very tall, called trees. Some are herbs, some are shrubs, and their life duration, that is also different. Some trees will live more than 150 years and all, 100 years, 80 years, 80 years, 15 years, 10 years. Some plants will live for 1 year. Some plants will live for a few months. അല്ലേ, അങ്ങനെയൊക്കെ ഡിഫറൻസ് ഉണ്ട്. ആൻഡ് ലീവ്സ് ആർ ഡിഫറെന്റ്, and their stems are different, their size is different, their fruits are different. അങ്ങനെ എല്ലാ ഫ്ലവേഴ്സ് ആർ ഡിഫറെന്റ്, എല്ലാ കാര്യത്തിലും ഡിഫറൻസിയേഷൻ ഉണ്ട് അല്ലേ. ഓക്കെ, there are certain things that exist but you cannot see, such as air and microscopic germs and many other things. These two things we can see, but many other things which we cannot see, but there are. For example, air is there but we cannot see. Can we see air? എയർ കാണാൻ പറ്റും? അർജുൻ ക്ലാസ്സിലാണെന്നുള്ള ഓർമ്മ വേണേ. ഓക്കെ, എയർ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. സി, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്, നമുക്ക് കാണാൻ പറ്റാത്ത കുറേ സംഭവങ്ങളുണ്ട്, പക്ഷെ ഉണ്ട്. നൗ സം ജേംസ്, ഈ കൊറോണ വൈറസ് എന്നൊക്കെ പറയുന്നു. കൊറോണ വൈറസിനെ കാണുന്നുണ്ടോ നമ്മള്? ഇപ്പൊ എല്ലാവർക്കും പരിചയമാണല്ലോ കൊറോണ കൊറോണ കൊറോണ. പക്ഷെ കൊറോണനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നോ. സോ there are many things which are present or which are existing but we cannot see. For example, air, then small organisms, means like bacteria and all, which we cannot see with our eyes. We can see them with our with the help of a microscope. Okay, in what ways are things you see different from each other? In what ways are they alike? Can we group them together according to their certain properties? ഇപ്പൊ നമ്മൾ ഈ ചുറ്റും കാണുന്ന ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ എന്ത് രീതിയിൽ ഒന്നിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നത്? ഞാൻ പറഞ്ഞ പോലെ, എന്താണോ ഈ അർജുൻ ഇവിടെ കിടന്ന്, എന്താടാ കുഞ്ഞ് നിനക്ക് അവിടെ റെസ്റ്റ്ലെസ് ആണല്ലോടാ? കേൾക്കുന്നില്ലാഞ്ഞിട്ടാണ് കുഞ്ഞിങ്ങനെ കിടന്നോണ്ട് പഠിക്കുന്നത്. ഇരിപ്പ് ശരിയാവുന്നില്ലെന്ന് തോന്നുന്നു. എവിടെ ഇരിക്കുന്ന കുഞ്ഞ്? ചെയറിലല്ലേ? ഇപ്പൊ റൂഫ് മാത്രം കാണാം. അർജുൻ, where are you sitting? Are you not sitting on the chair? Please unmute and tell me. Unmute. മോനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറ. മോൻ എവിടെ ഇരിക്കുന്ന? ചെയറിലല്ലേ? അല്ല ഞാൻ അവിടെ ഇരുന്നാൽ അവിടെ റേഞ്ച് ഉണ്ടാവില്ല. അപ്പൊ കുഞ്ഞ് എവിടെയാ? പുറത്താണ് ഇരിക്കുന്നേ? അപ്പൊ better you sit on a chair. Wherever you sit on a chair, or you have to be comfort. അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ എവിടെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. വീടിനുള്ളിൽ ഇരിക്കണമെന്നില്ല, പുറത്തിരിക്കണമെന്നില്ല, അങ്ങനെ ഒന്നുമില്ല. നിങ്ങളുടെ ഫോണിന് എവിടെ റേഞ്ച് കിട്ടുന്നോ, യു സിറ്റ് there where you get network, but you have to sit comfortably. Okay, now see, for example, I will tell a mango tree.
ഇപ്പൊ നമ്മുടെ ചുറ്റുമുള്ള മാംഗോ ട്രീ നമുക്കറിയാം. there are different kinds of mango trees. എല്ലാ മാംഗോ ഒരേ സ്പീഷീസിൽ പെടുന്നതാണോ, ഒരേ തരത്തിൽ പെടുന്നതാണോ? അല്ല. പിന്നെ എന്തൊക്കെയോ പേരുകൾ നിങ്ങൾ പറയും. ഓരോരുത്തർ ഓരോ പല പല പേരുകളിൽ അറിയപ്പെടുന്ന പല സൈസിലുള്ള പല വലിപ്പത്തിലുള്ള മാംഗോസ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഇതിന് എന്താണ് ഈ ഡിഫറൻസിയേഷൻ കൊടുക്കുന്നത്? ടേസ്റ്റ് കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. സം ആർ വെരി സ്വീറ്റ്, സം ആർ നോട്ട് സോ സ്വീറ്റ്, ബട്ട് ഇറ്റ് വിൽ ബി സ്വീറ്റ്. നോട്ട് സോ സ്വീറ്റ്, ബട്ട് സം ആർ നോട്ട് അറ്റ് ഓൾ സ്വീറ്റ്, സം ആർ സോ സോർ. അങ്ങനെ കുറെ വ്യത്യാസമുണ്ട്. മാങ്ങ പഴുത്ത് കഴിയുമ്പോൾ അറിയാം അല്ലെ. ചിലത് ഭയങ്കര മധുരമുള്ള മാങ്ങാപ്പഴമായിരിക്കും, ചിലത് കുഴപ്പമില്ലാത്ത മീഡിയം സൈസ് ആയിരിക്കും, ചിലതിന് തീരെ മധുരം കുറവായിരിക്കും, ചിലത് ഭയങ്കര പുളിയുള്ളതായിരിക്കും. ഈ ഓറഞ്ച് ഒക്കെ വാങ്ങിയാൽ അങ്ങനെയല്ല, ഗ്രേപ്സ് ഒക്കെ വാങ്ങി കഴിയുമ്പോൾ അങ്ങനെയല്ലേ. സം ആർ വെരി ടേസ്റ്റി, സം ആർ വെരി സോർ, കാണ്ട് ഈറ്റ്. നമ്മുടെ പല്ല് പോലും പുളിച്ചു പോകുന്ന തരം ഗ്രേപ്സ് കിട്ടാറുണ്ട് ചിലപ്പം അല്ലെ. ആ രീതിയിൽ ഓരോന്നിനും വ്യത്യസ്തമാക്കുന്ന എന്താണ്? അതിൽ അടങ്ങിയിരിക്കുന്ന ആറ്റംസിന്റെ, അതിന്റെ കോമ്പൗണ്ട്സിന്റെ ഡിഫറൻസിയേഷൻ ആണ്. ഓക്കെ. Consider two groups A and B mentioned below. How are things in group A different from those in group B? ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞ നമ്മളെ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് നിങ്ങൾക്ക് ഒരാൾക്ക് ഇപ്പൊ എന്താ പറയേണ്ടത്, ഒരു ഐറ്റം തന്നു. ഒരു മാംഗോ ആയി പറഞ്ഞ പോലെ ഒരു തരം മാംഗോ, ഇപ്പൊ അൽഫോൻസ മാംഗോ എന്നൊക്കെ പറയല്ലേ. എനിക്ക് പേരൊന്നും ഇല്ലാത്തതിന്റെ അറിയത്തില്ല. പിന്നെ ഞാൻ പറയുന്ന പേരല്ല നിങ്ങൾ പറയുന്നതും. ഞങ്ങൾ എന്താ കോമാങ്ങ, നാട്ടുമാങ്ങ എന്നൊക്കെ പറയും, ഇങ്ങനെ കിളിച്ചുണ്ടും മാങ്ങ അങ്ങനെയൊക്കെ പറയും. നിങ്ങളൊക്കെ ആ പേരാണോ പറയുന്നത് എനിക്കറിയില്ല, പലരും പല രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ ഒരാൾക്ക് ഒരു തരം മാംഗോ എടുത്തത് തന്നു, വേറൊരാൾക്ക് വേറൊരു ഗ്രൂപ്പിന് മറ്റേ മാംഗോ ഉണ്ട്. അപ്പൊ ആ മാംഗോ ട്രീയിൽ പോലും ഡിഫറൻസ് ഉണ്ടാവും. സം മാംഗോ ട്രീസ് വിൽ ഗ്രോ വെരി ടോള്, ബട്ട് സം മാംഗോ ട്രീസ് വിൽ നോട്ട് ഗ്രോ ടോള്. അത്ര ഉയരത്തിലൊന്നും വളരത്തില്ല ചിലത്, അതിങ്ങനെ പടർന്നു കിടക്കുന്നതായിരിക്കും. അങ്ങനെയൊക്കെ കുറെ ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള നിങ്ങളുടെ വീട്ടിലുള്ള പച്ചക്കറികൾ പോലും അങ്ങനെയുണ്ട് അല്ലെ. ചില പച്ചക്കറികൾ നട്ട് കഴിഞ്ഞാൽ വലിയ ടോളായിട്ട് വളരും, കുറച്ച് ഉയരത്തിലൊക്കെ വളരും. ചിലത് ഇങ്ങനെ പടർന്ന് അധികം ഉയരമില്ലാതെ ഈ എന്താ പറയുന്ന ബ്രിഞ്ചാളൊക്കെ നിങ്ങളുടെ വീട്ടിൽ കൃഷി ചെയ്യുന്നുണ്ടാവും അല്ലെ. പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുന്നല്ലേ, ബ്രിഞ്ചാളൊക്കെ നിങ്ങൾക്ക് പ്രത്യേകിച്ചറിയാം. നമ്മൾ ഫാമിൽ നിന്ന് വാങ്ങുന്ന, നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന ബ്രിഞ്ചാളിന്റെ സീഡ്സ് അല്ലെങ്കിൽ അതിന്റെ തൈയൊക്കെ ആണെന്നൊരു വളരുന്നത് നമ്മുടെ നാടൻ വഴുതനങ്ങയുടെ തൈയും, അതെല്ലാത്തിനും ഡിഫറൻസ് ഉണ്ട്, നോട്ട് ഓൺലി ബ്രിഞ്ചാള്. ഓക്കെ. അങ്ങനെ ഗ്രൂപ്പായിട്ട് തിരിച്ച് ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഒരു ഗ്രൂപ്പില് പിന്നെ ഹ്യൂമൻ, നീം, ട്രീ, പീ പ്ലാന്റ്, ഡക്ക്, കോക്രോച്ച്. ഇനി ഗ്രൂപ്പ് ബിക്ക് തന്നേക്കുന്നത് പെന്ന്, സെൽഫോണ്, വാച്ച്, ബുക്ക്, ടേബിൾ. വാട്ട് വിൽ ബി ദ ഡിഫറൻസ്? എന്തായിരിക്കും ഡിഫറൻസ്? ഫസ്റ്റ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഗ്രൂപ്പ് എയിലുള്ള ഐറ്റംസ് എന്താണ്? വേമ്പേന്നൊന്ന് പറ, സമയം ഓൺലി 3 more minutes ലെഫ്റ്റ് ഔട്ട്. സി ഗ്രൂപ്പ് എയിൽ എന്തൊക്കെയാ തന്നേക്കുന്നത് ഹരിതന്റെ? ലിവിംഗ് തിങ്സ് അല്ലേ ഗ്രൂപ്പ് ഐറ്റം? യെസ്, ഗ്രൂപ്പ് ഐറ്റത്തിൽ തന്നിരിക്കുന്നത് ഹ്യൂമൻ, നീം, Living ട്രീ, things. പീ പ്ലാന്റ്, ഡക്ക്, കോക്രോച്ച്. ദീസ് ആർ ലിവിംഗ് തിങ്സ്. ആൻഡ് ഇൻ ഗ്രൂപ്പ് ബി പെൻ, സെൽഫോൺ, വാച്ച്, ബുക്ക്, ടേബിൾ. ദീസ് ആർ നോട്ട് ലിവിംഗ് തിങ്സ്. ഓക്കെ. ഇനി ഇതിനെ നമുക്ക് തിരിക്കാൻ പറ്റും. ഈ പെന്നും സെൽഫോണും തമ്മിൽ കുറെ ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ എല്ലാത്തിലും ഡിഫറൻസിയേഷൻ ഉണ്ട് അല്ലേ. Okay, you will notice that group A has living things whereas group B has non-living things. Grouping together things with similar properties is called classification. Apam classification means grouping things with similar properties. എന്തെങ്കിലും ഒരു സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് നമ്മൾ വസ്തുക്കളെ തരംതിരിക്കുന്നതിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം പറഞ്ഞാൽ ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. ഇനി ലിവിങ് തിങ്സിനെ നമുക്ക് വേണമെങ്കിൽ മൂവബിൾ തിങ്സ്, നോൺ മൂവബിൾ തിങ്സ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഫ്ലൈങ്, ഇനി നമുക്ക് ആനിമൽസ് എന്നും പ്ലാന്റ്സ് എന്നും ഡിഫറൻസ് ചെയ്യാം, അങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അല്ലേ. ലൈക്ക് ദാറ്റ് വേ നമ്മൾ ഗ്രൂപ്പിംഗ് ടുഗെദർ things with similar characteristics or similar properties is called classification. ക്ലാസിഫിക്കേഷൻ മീൻസ് തരംതിരിക്കുക എന്നർത്ഥം. ക്ലാസിഫൈ അതായത് ഒരു പ്രത്യേക ക്യാരക്ടർ അതിനുള്ളതുകൊണ്ട് അങ്ങനെ അതിന്റെ ബേസിൽ നമ്മൾ തരംതിരിക്കുന്നതിന് ഗ്രൂപ്പ് ആക്കുന്നതിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ലിവിങ് തിങ്സ്, നോൺ ലിവിങ് തിങ്സ്. ഇനി നമ്മൾ ലിവിങ് തിങ്സിലെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ആനിമൽസ് ആൻഡ് ബേർഡ്സ്. ഇനി നമുക്ക് അനിമൽസിനെയും ബേർഡ്സിനെയും നമുക്ക് ബേർഡ്സിനെ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഫ്ലൈയിങ് ബേർഡ്സ്, നോൺ ഫ്ലൈയിങ് ബേർഡ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇത് ചെയ്യാൻ പറ്റും അല്ലെ. അങ്ങനെ കുറെ ഒരു പ്രത്യേക ക്യാരക്ടറിൽ നമ്മൾ വസ്തുക്കളെ ഗ്രൂപ്പ് ആക്കുമ്പോൾ അതിനെ നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നു. സോ വാട്ട് ഈസ് ക്ലാസിഫിക്കേഷൻ? ഗ്രൂപ്പിംഗ് ടുഗെദർ തിങ്സ് വിത്ത് സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് നോൺ ആസ് ക്ലാസിഫിക്കേഷൻ.
Although living things share some common properties, they differ from each other in several ways. Living things are further classified into subgroups such as plants and animals. ഇനി ഞാൻ ഇപ്പം പറഞ്ഞത് തന്നെ ഈ ലിവിങ് തിങ്സിനെ നമ്മൾ ഇനിയും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും പ്ലാന്റ്സ് അനിമൽസ് എന്ന്. ഇനി നമ്മൾ അനിമൽസിനെ അതിനകത്ത് എടുത്തു കഴിഞ്ഞാൽ അനിമൽസിനെ നമുക്ക് വേണമെങ്കിൽ പറയാം അനിമൽസ് വിച്ച് ഹാവ് 4 legs, വിച്ച് ഹാസ് 2 legs, അങ്ങനെ ഏതെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുന്നത് അനിമൽസിൽ അതിന് ഇൻസെക്ട്സ് അങ്ങനെ ആ രീതിയിലൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ. Each of these can be further classified based on certain properties. Animals can be classified into groups like insects, fish, amphibians, reptiles, birds, and mammals. For example, all insects have 6 legs, but each group differs from other groups in some ways. In insect, ഇതിനെ നമ്മൾ ഈ ലിവിങ് തിങ്സിനെ നമ്മൾ പ്ലാന്റ്സ് ഒന്നും അനിമൽസ് ഒന്നും ഡിവൈഡ് ചെയ്തു. അനിമൽസ് നമ്മൾ ഇനി ഇൻസെക്റ്റ് ഒന്നും പിന്നെന്താ വേറെ ഏതെങ്കിലും പിന്നെ ഫിഷ് ആംബിബിയൻസ് അങ്ങനെ ആ രീതിയിൽ. ഇനി ഈ ഫിഷിൽ തന്നെ എത്ര തരം ഫിഷ് ഉണ്ട് നമ്മുടെ വീട്ടിൽ? എത്ര തരം ഫിഷിനൊക്കെ മേടിച്ച് കറി വെച്ചിട്ടുണ്ട് അല്ലേ? ഒരു ദിവസം മത്തി മേടിക്കും, ഒരു സൈലം മേടിക്കും, ഒരു ദിവസം എന്തൊക്കെ ഏതെങ്കിലും വാങ്ങും, അങ്ങനെ പല രീതിയിൽ വാങ്ങാറുണ്ട് അല്ലേ? ഓക്കെ, നമ്മുടെ ടൈം തരുകയാണ്, അതുകൊണ്ട് ഞാൻ പറയാം. അപ്പൊ അങ്ങനെ കുറേ അതിന്റെ ഓരോ ക്യാരക്ടറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പിന്നെയും ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ ഓക്കെ, ബൈ ദെൻ, ടൈം ഈസ് അപ്പ്. Heaven, thank you for the test book.